ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി കപ്പച്ചീനിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ക്രീമി കോഫി എന്ന് പറയാം. നമ്മളെല്ലാവരും ഇപ്പോൾ പുറത്തൊക്കെ ഇപ്പോൾ കോഫി ഡേയിലൊക്കെ പ്രത്യേകിച്ച് കപ്പച്ചീനോ എല്ലാം മേടിക്കാൻ കിട്ടും. എന്നാൽ അതുപോലത്തെ കപ്പച്ചീനോ അതേ ടേസ്റ്റിൽ തന്നെ ഒരു മാറ്റം വരുത്താതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതും നല്ല ക്രീമി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു കപ്പച്ചീനോയാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ഉടനെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് പാലാണ്. 1 കപ്പോളം നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. 1.5 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഫി പൗഡർ എടുക്കാം. അങ്ങനെ പ്രത്യേക ബ്രാൻഡൊന്നുമില്ല, കോഫി പൗഡർ എടുക്കുക. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ല ചൂട് വെള്ളം, നല്ലതുപോലെ വെട്ടി തിളച്ച വെള്ളം തന്നെ വേണം, ഒരു 3 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് പഞ്ചസാര ആവശ്യത്തിന്. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാനൊരു കുഞ്ഞൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് ഈ കോഫി പൗഡറും അതുപോലെ തന്നെ പഞ്ചസാരയും രണ്ടും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ ബൗളിനകത്ത് പഞ്ചസാരയും കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു കോഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കപ്പച്ചീനോ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോർമൽ കോഫി ഇത് കുടിച്ചവർക്ക് അറിയാം, നമ്മളൊരു നോർമൽ കോഫി കുടിക്കുന്നതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. നല്ല തിക്കാണ്, നല്ല ക്രീമിയാണ്. കോഫി ലവേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കോഫി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കിനി നോർമൽ കോഫി, നോർമൽ ചായയൊക്കെ ഒന്ന് മാറ്റി നിർത്തി നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങളതായിരിക്കും അവിടുത്തെ സ്റ്റാർ കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൂടുവെള്ളം, എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളം 1 ടീസ്പൂൺ വെച്ച് കുറേശ്ശെയാണ് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ ഒരുമിച്ച് അങ്ങ് ആ ഒരു വെള്ളം ചേർത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു കോഫിയുടെ ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബേസ് എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് ലൂസായി പോവും. നമുക്ക് നല്ല ക്രീമി കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം 1 ടീസ്പൂൺ ഒഴിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു മിക്സിങ്ങിലാണ് ഇതിൻ്റെ കാര്യമുള്ളത്, എന്നാലേ അത് ക്രീമി ആയിട്ടും വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം എടുക്കും, ഒരു 2-3 മിനിറ്റ്, ഒത്തിരി സമയമൊന്നുമില്ല, 2-3 മിനിറ്റ് സമയം എടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 ടീസ്പൂൺ വെള്ളത്തിന് ഇത് കറക്റ്റ് അല്ല. ഇതിപ്പോൾ കണ്ടോ ഒത്തിരി അങ്ങ് കട്ട പിടിച്ച് കിടക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിരിയും കൂടെ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇവിടെ ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഏകദേശം വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്കാണ് അറിയുക. നിങ്ങളല്ലേ നമ്മൾ ഇളക്കുന്തോറും അതൊരു തിക്കായിട്ട് വരുന്ന ആ ഒരു പരുവെത്തുമ്പോൾ നമുക്കിനി വെള്ളം ഒഴിക്കുന്നത് നിർത്താം കേട്ടോ. ചൂടുവെള്ളം ഇനി ഒഴിക്കേണ്ട. അപ്പോൾ നമ്മുടെ ക്രീമി കോഫിയുടെ അല്ലെങ്കിൽ നമ്മുടെ കപ്പച്ചീനോയുടെ ഒരു ബേസ് എന്ന് പറയുന്ന ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ക്രീം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കപ്പച്ചീനോ ഉണ്ടാക്കണതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഈ ക്രീം ആക്കുന്ന നേരം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1 കപ്പോളം ഉള്ള പാല് ഞാൻ അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാലാണെങ്കിലും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാല് തിളച്ച് വന്നിട്ടുണ്ട്, ഞാനതൊന്ന് ഓഫ് ചെയ്യാണ്. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 ഗ്ലാസ്സിനകത്തോട്ട് അല്ലെങ്കിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിനകത്തോട്ട് ആദ്യം നമ്മൾ അതിൻ്റെ താഴെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെയുള്ള ഒരു ക്രീം നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ കപ്പുകളിൽ ക്രീമെല്ലാം നമ്മൾ ബേസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല്, നല്ല ചൂട് പാല് നല്ലതുപോലെ പൊക്കി തന്നെ നമ്മൾ ഒഴിക്കണം കേട്ടോ. അത് പൊക്കി ഒഴിക്കും തോറുമാണ് നല്ലതുപോലെ പതഞ്ഞ് വരത്തുള്ളൂ. ഈ കപ്പച്ചീനോരൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലതുപോലെ പതഞ്ഞ് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പത കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തന്നെ പൊക്കി ഒഴിക്കാം.
നമ്മൾ ഈ പാലൊഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ക്രീമിൻ്റെ ബാക്കിയുള്ള ഒരു ഇച്ചിരിയും കൂടെ നമുക്കിതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ആ ക്രീമും ഇച്ചിരി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലെ. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് വളരെ പതുക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു തിക്നെസ് അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് വളരെ പതുക്കെ നമുക്ക് ആ ക്രീമൊക്കെ ഒന്ന് എല്ലായിടത്തും ചെല്ലാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മേലെ നമ്മുടെ പാല് നേരത്തെ എടുത്തതിൻ്റെ ഇച്ചിരി പത ബാക്കിയിരിപ്പുണ്ട്. പത ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പതയും കൂടെ ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്കാണ്. ഈ കപ്പച്ചീനൊക്കെ അങ്ങനെയാണ്, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനും ഷേപ്പും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിവിടെ ഒരു ടൂത്ത് പിക്കർ വെച്ചിട്ട് പതുക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് വരയ്ക്കുന്നുണ്ട്, ആ ഒരു എന്താ പറയുക ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു നിർബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഈ ഒരു പതയൊന്നും ഇടേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഗസ്റ്റിന് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇച്ചിരിയും കൂടെ കാപ്പിപ്പൊടി ഞാൻ തൂവി കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് കാപ്പിപ്പൊടി, ഒരു നുള്ളെന്ന് പറയാം. ആ ഒരു കാപ്പിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് കാണാനും ഭംഗിയാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പച്ചീനോ റെഡിയാണ്. നമുക്കിനി നമ്മുടെ ഗസ്റ്റിനൊക്കെ നല്ലൊരു പ്രത്യേക ഒരു കോഫി കൊണ്ടു കൊടുക്കാം നമുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു കോഫി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. ഇനിയിപ്പോൾ അതാ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടൂത്ത് പിക്കർ ഇതൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഈ ടൂത്ത് പിക്കർ വെച്ചിട്ട് പതുക്കെ ഒന്ന് ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അതൊരു ഭംഗിക്കാണ്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്കിത് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പച്ചീനോയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യണം, ഒപ്പം ലൈക്കും ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.